മച്ചന്മാരെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇന്ത്യൻ ബൈക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ബൈക്കിൽ നമ്മളിപ്പോൾ പോകുന്നത് ജിമ്മിലോട്ടാണ് പോകുന്നത്. നമ്മുടെ വീടിനുള്ളിലുള്ള ജിമ്മിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ജിമ്മിലോട്ട് നമ്മൾ ആദ്യം തന്നെ വേഗം പോയിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്ത് നമ്മൾ മസിലൊക്കെ എടുത്താൻ പോവാണ്. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലും താഴെ പോയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ താഴോട്ട് പോവാം. അയ്യോ എന്തൊക്കെ സംഭവിച്ചു. അപ്പോൾ വേദന പോയിട്ട് നമ്മുടെ ഡിഫൻഡർ എടുക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് വേണ്ടി കാണുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. നമുക്ക് ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കേസ് ഫയൽ ചെയ്യാണ്ട് എനിക്കാണ്ട് വഴി കാര്യങ്ങൾ. ആരിക്കട പച്ചവണ്ടി അവൻ്റെ റോട്ടിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. അവൻ്റെ ഒരു ഓടിക്കൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. സൈഡിൽ വൃത്തിക്ക് പാർക്ക് ചെയ്യാം. നമ്മൾ ഒരു മാന്യം വരുന്നല്ലേ പാർക്ക് ചെയ്യാം. നമ്മൾ പാർക്ക് ചെയ്തേക്കാം നമ്മുടെ വണ്ടി. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി നമുക്ക് മെല്ലെ നടന്നു പോവാം. ഹായ് പോലീസ് ചേട്ടാ, അതൊന്ന് ആർമിക്കാരാണ്. പുറത്തുനിന്ന് മുതുക നോക്കുന്ന പോലീസ് സ്റ്റേഷനിലോട്ട് റിസപ്ഷനിലാണ്. നമുക്ക് ഇവിടെ ഒരു കേസ് ഫയൽ ചെയ്യാം. ചേട്ടാ ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ. കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്നെ ഒരാൾ വന്നിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ പേരും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല സാറേ. അപ്പം ഞാനത് നോക്കിയിട്ട് തരാം. എനിക്കൊന്നും പറഞ്ഞ മക്കളാണ് എനിക്ക് നീയൊക്കെ ആയിട്ട് വാങ്ങണേ. അപ്പോൾ പോലീസുകാർ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോലീസുകാർ റിവഞ്ചായിട്ട് മെഷീൻ ഗൺ എടുത്ത് അവൻ്റെ മൂക്ക് പൊളിക്കാം. എന്താ കളിക്കുന്ന ഇവിടെ നിനക്ക് കുറേ നേരം നടക്കാൻ എന്താ ചാവട നീയും ചാവട നീ എവിടെ വെക്കുന്നേ ചാവട എന്താ നിങ്ങൾ എന്താ വെക്കുന്നേ? നിങ്ങൾക്കും വേണം വടി പോടാ ഗൈസ് നിങ്ങളെ ഗിച്ച് ഉണ്ടോ നോക്കോട്ടെ. ഇവൻ അടിക്കും നോക്കോട്ടെ കാരണം പറഞ്ഞു ഹെലികോപ്റ്റർ കഴിഞ്ഞിട്ട് പേടിയാവുന്നുണ്ട്. എന്താവുന്ന ആർക്കും ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമുക്ക് വേഗം തന്നെ നമ്മുടെ വണ്ടി എടുത്ത് പോകാം. നമുക്ക് മുകളിൽ നിന്നൊക്കെ അടി വരുന്നുണ്ട്. ഇന്നിപ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ചത്ത് നമ്മുടെ കാര്യത്തിലൊരു പോക്കാണ് കേട്ടോ ഗൈസ്. വേഗം വണ്ടികളിൽ കയറി ഒളിച്ചിരിക്കുക. വണ്ടികളിൽ കയറി നമുക്ക് ഇരിക്കാം. അല്ലാണ്ട് ആളുകൾ നമുക്ക് അവന്മാർ നമ്മൾ അടുത്ത് പോകും. പോലീസ് 3 സ്റ്റാർ നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേഗം തന്നെ നമുക്ക് കൂട്ടാം. അല്ലെങ്കിൽ അവന്മാർ നമ്മളെ കണ്ട കിടക്കും. നമുക്ക് വേഗം തന്നെ എയറോപ്ലെയിൻ എടുത്ത് കൂടി നിന്നാൽ ഗൈസ്. കോഴിക്കോട് ഹെലികോപ്റ്റർ പുറത്തില്ല. പോലീസ് കൂടി ഇടിച്ച് കിടക്കുന്നു. അടുത്തൊരു പോലീസ് കൊണ്ടിരുന്നുണ്ട്. അവരൊന്നും ബുദ്ധിയില്ലാണ്ട് അവിടെ നിൽക്കുകയാണ്. വേറെ അവിടെ പോയിട്ട് നമ്മൾ എയറോപ്ലെയിൻ എടുത്ത് നമുക്ക് വേറെ നാടില്ല. ഇവിടുത്തെ നാട്ടിലെങ്കിൽ അതാണ് ഗൈസ് ഏറ്റവും നല്ല ബുദ്ധി എനിക്ക് തോന്നുന്നത്. നാട്ടിലെ അവന്മാർ നമ്മളെ കൊല്ലുന്നതായിരിക്കും. നമ്മൾ വേറെ ഇറങ്ങുന്ന സ്റ്റാൻഡിലുണ്ടാവും ഗൈസ്. നമ്മുടെ ഗൈസ് എനിക്ക് മുകളിൽ എനിക്ക് എയറിന് അടി വരുന്നുണ്ട് ഗൈസ്. മുകളിൽ ഹെലികോപ്റ്ററൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. ഹെലികോപ്റ്ററും ഇതും കൂടിയാണ് ഗൈസ് നമ്മൾ ആക്കുന്നത്. വേഗം വണ്ടികൾ കയറി ഗൈസ്. നമ്മളിപ്പോൾ വേഗം ഫൈറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മുടെ മഞ്ഞ വണ്ടിയിലാണ് പോകുന്നത്. എന്താവുന്ന ആർക്കും ഒരു പിടുത്തില്ലാത്ത അവസ്ഥയാണ് ഗൈസ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയേണ്ടല്ലോ, എനിക്കറിയാം നിങ്ങളതൊക്കെ ചെയ്യുന്നു ഗൈസ്. ഇവിടെ നമുക്ക് വേഗം തന്നെ സ്കൂട്ടായിട്ട് ഇതാണ് കിടക്കാം. നമുക്ക് വേഗം തന്നെ എവിടേക്കെങ്കിലൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ നമുക്ക് ജുറാസിക് പാർക്കിലോട്ട് പോകാം. വേഗം തന്നെ ജുറാസിക് പാർക്കിലോട്ട് പോകാം. അതായിരിക്കും ഏറ്റവും സേഫ്. ജുറാസിക് പാർക്കിലുണ്ടാകും. അതിൽ മുന്നിൽ കൂടി പോകുന്നെങ്കിൽ റോട്ടിൽ കൂടി നമുക്ക് പോവാം. താഴെക്കൂടി പോലീസുകാർ ഏതോ ഒരു പെണ്ണുമ്പിള്ളേരൊക്കെ ഇടിച്ചിട്ടിട്ടാണ് കേൾക്കാൻ കഴിഞ്ഞ വാർത്ത. അയ്യോ ഇപ്പോൾ തന്നെ ശ്വാസമെടുക്കുകയാണ്. നമുക്ക് വേഗം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത പാട്ടിൽ നമ്മൾ ഹൾക്കായിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം തന്നെ നമുക്ക് പോവാം. എന്താണെന്ന് നമുക്കറിയില്ല. സ്റ്റാർ പോകുന്ന വരെ നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഗൈസ്. സ്റ്റാറിന് പോകണം. സ്റ്റാർ 2 സ്റ്റാറാണ് ഇപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതെങ്ങനെയെങ്കിലും 1 സ്റ്റാർ ആക്കണം. അതാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിറ്റിയിൽ കൂടി പോവാം.
സിറ്റിയിൽ പഴയ വീട്ടിൽ പോകണം. പഴയ വീട് എല്ലാവർക്കും അറിയാമായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റത്തെ വീഡിയോ ആണ് എൻ്റെ ഇന്ത്യൻ ബൈക്കുള്ളത്. നല്ല പോവാം. എയർപോർട്ടിൽ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമുക്ക് JCB ആയിട്ട് സ്ഥലത്ത് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും 2 സ്റ്റാർ തന്നെയാണ് കാണുന്നത്. ഗൈസ് ഇപ്പോൾ നമ്മുടെ എയറോപ്ലെയിനിൽ പെട്രോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കുറേ നേരം ഒരു അനക്കമില്ല. എയറോപ്ലെയിനിൽ പെട്രോൾ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വേഗം ഇവിടെ തന്നെ ലാൻഡ് ചെയ്തേക്കാം. എയറോപ്ലെയിൻ പെട്രോൾ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. വേറെ എയറോപ്ലെയിൻ ഇവിടെ സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് അതിൽ കയറി പോവാം. മറ്റേ എയറോപ്ലെയിൻ ഇപ്പോൾ 1 സ്റ്റാർ ആയിട്ടുണ്ട്. 1 സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ വലിയ പേടിക്കാനില്ല എന്നാണ് എൻ്റെ അറിവിൽ ഞാൻ പറയുന്നത്. 1 സ്റ്റാർ ഒക്കെ നമുക്ക് വണ്ടി എടുത്ത് പുറത്തിറങ്ങാം. ഗൈസ് നമ്മുടെ ആ ഡിഫൻഡർ നിൽക്കുന്ന ആ ഒരു ഭംഗി കണ്ടില്ല ഗൈസ്? നിങ്ങൾ എന്തൊരു ഭംഗിയാണ് നോക്കി ഗൈസ് നമ്മുടെ ഡിഫൻഡറിനെ കാണാൻ. ഇങ്ങനെ ഭംഗിയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതെടുക്കുക, പിടിക്കുക, ചില്ലൊക്കെ കൊടുക്കണം. എന്നാലും ഒരു ഭംഗി ഉണ്ടാവും. RPG എടുത്ത കാര്യം പോക്കാണ് ഗൈസ്. ഒന്ന് വേഗം ഇവിടെ അടിച്ച് ചില്ലൊക്കെ പൊളിക്കുക. ചില്ല വിളിക്കുമ്പോൾ ഗൈസ് നല്ല രസം കാണാം. പിന്നെ കഴിയുക അതിനുള്ളിൽ കയറി നാട് കിടക്കാം. ഇപ്പോൾ നാട് കിടക്കണം. ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള റൂട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് പിടുത്തമില്ല. അയ്യോ എങ്ങോട്ടും അങ്ങനെ പോകുന്നു. ഇതൊന്നും വണ്ടി വീങ്ങുന്നില്ല. ഇപ്പോൾ വീങ്ങുന്നു. ജീവനം കൊണ്ട് ഓടിക്കാണ്ടിരിക്കുകയാണ്. പോലീസ് വണ്ടി സൈഡിൽ നമ്മൾ പിടിക്കാൻ വേണ്ടിയിരുന്നു. പോലീസിനെ രക്ഷപ്പെടുന്ന ഈ സമയം കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ തന്നെ ഇവിടുത്തെ സ്കൂട്ടാണ്. അതിന് വണ്ടി കുറച്ച് പെട്രോൾ അടിക്കാണ്ട് ഗൈസ് അങ്ങനെ നമുക്ക് പോലീസുകാരൊക്കെ പോയിട്ടാണ്. അയ്യോ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല ഗൈസ്. പെട്രോൾ അടിക്കട്ടെ. പെട്രോൾ അടിച്ച് വെക്കാം. എന്താ ചേച്ചി പെട്രോൾ പമ്പിലൊക്കെ നിൽക്കുന്നു? വണ്ടിയില്ല, വെറുതെ പെട്രോൾ പമ്പിലൊക്കെ നിൽക്കണോ? ചേട്ടാ ഒരു 2 രൂപയ്ക്ക് അടിക്കുമോ? നമുക്ക് ഇറങ്ങി തന്നെ പെട്രോൾ അടിക്കേണ്ടതായിട്ടുണ്ട് ഗൈസ്. ഇതിൽ അപ്പോൾ നമുക്കൊന്ന് പെട്രോൾ അടിക്കാം. ഓക്കെ ഗൈസ് നമ്മളപ്പോൾ 10,000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്തവണ നമ്മൾ ട്രെയിനിലല്ല നാട് കിടക്കാൻ പോകുന്നത്. നമ്മളിന്നിപ്പോൾ ഇത്തവണ നമ്മൾ ഡിഫൻഡറിലാണ് ഗൈസ്. ഡിഫൻഡറിലല്ല നമുക്ക് ഇത്തവണ ഡിഫൻഡറിൽ തന്നെ നാട് കിടക്കാം ഗൈസ്. നമുക്കൊന്ന് ഡിഫൻഡറിൽ നാട് കിടക്കാം. ഇത് വേറെ നമുക്കൊന്ന് സ്കൂട്ടാണ്. എങ്ങോട്ടാ മോനെ കാണണം? ഇവരെ എന്ത് കാണിക്കുന്നത്? മാറ്. ഇത് ഹമ്പ് ഇവിടെ നല്ല സാവധാനം പോകണം. ഏകദേശം 280 വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രിഫ്റ്റൊക്കെ അടിച്ചിട്ടാണ് വണ്ടി പോകുന്നത്. ഇന്ത്യൻ സ്റ്റീറിങ് കൺട്രോൾ ചെയ്യാൻ കുറച്ച് മടിയാണ്. ടച്ചിങ്ങാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീറിങ് അതിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. നമുക്കൊന്ന് ട്രവറണ്ണനെ വിളിച്ച് ചോദിച്ചു നോക്കാം. ഏറ്റവും ബെസ്റ്റ് സ്ഥലം എങ്ങോട്ട് പോകാൻ നമുക്കൊന്ന് ട്രവറണ്ണനെ വിളിച്ച് ചോദിച്ചു നോക്കാം ഗായ്സ്. ഇതാണ് ഈ ട്രവറിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഹലോ ട്രവറണ്ണ,
അപ്പോൾ എന്താ പറ്റിയ ഗൈസ് അപ്പോൾ ട്രവറിനെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ സീനുണ്ട്. അപ്പോൾ നമുക്ക് നീ ട്രവറിനം പറഞ്ഞത് ഇപ്പം സിറ്റി തന്നെ നിൽക്കുന്നതാണ് നല്ലത്, പുറത്ത് പോകണ്ട, പുറത്ത് പോലീസിന് നിൽക്കുന്നതൊക്കെ ഭയങ്കര കൂടുതലാണ്. സിറ്റി പോയി നിൻ്റെ വീട്ടിൽ പോയി ഒളിച്ചിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒളിച്ചിരിക്കാനാണ് വീട്ടിൽ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. ഗൈസ് നമുക്ക് വീട്ടിൽ പോകുമ്പോൾ കൂടെ വണ്ടി ഒന്ന് മാറ്റിയില്ലെങ്കിൽ അവന്മാർ കണ്ടുപിടിക്കും നമ്മളെ. നമുക്ക് പോലീസ് വണ്ടി എടുത്തുകൊണ്ട് പോവാം. അതാണ് വലിയ സംശയം തോന്നില്ല അവർക്കും. യാഷൊക്കെ ഉണ്ട് ഗൈസ്. പോലീസ് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോലീസ് വണ്ടി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് പോലീസ് വണ്ടി കിട്ടിയിട്ടുള്ളത്. ഇത് കയറി അങ്ങ് നാട് വിട്ടേക്കാം. പോലീസ് വണ്ടി പോയിക്കൊണ്ടിരിക്കാം. നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഫ്രണ്ട് വ്യൂ എങ്ങനെ ഉണ്ടാവും ആർക്കും അറിയില്ല. കാട്ടിലൂടെ പോയിട്ട് പോലീസ് വണ്ടിക്ക് റേഞ്ച് റോവറിനെ കണ്ടിട്ടുണ്ടോ? സാധാരണ ഒരു ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. സ്റ്റീറിങ്ങിൻ്റെ ആ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. എന്താ ഇത് സ്റ്റീറിങ്ങിലോട്ട് ഞാൻ കാണിച്ചത്. സ്റ്റീറിങ് കാണുമ്പോൾ നിങ്ങൾ ആ സ്റ്റീറിങ്ങിൻ്റെ സെൻറ്ററിലോട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ ഒന്ന് സ്ലോ ആക്കണമായിട്ടുണ്ട് നമുക്ക്. മതി, ഇത് മതി. നമുക്ക് നമ്മുടെ പഴയ വീട്ടിലോട്ട് പോകുന്നതാണോ സേഫ്? പഴയ വീട്ടിൽ പോകും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിക്കും നമ്മളെ. അതുകൊണ്ടൊക്കെ പഴയ വീട്ടിലോട്ട് തന്നെ എന്ത് ചെയ്യാൻ പോവാം. പഴയ വീട് എവിടെയായിരുന്നു നമ്മുടെ? അവിടെ ഇതൊരു പോകണം. ചെറിയ ഇതാകുമ്പോൾ ആ കാണുന്ന പഴയ വീട് എന്ന് പറയുന്നത്. നമ്മൾ പൈസക്കാരനായതിനു ശേഷം പുതിയൊരു വീട്. അയ്യോ എവിടേക്കാണ് നിൽക്കാം, നോക്കി പോളാ നീ ചെക്കോ. നമുക്ക് നമ്മുടെ വണ്ടി എവിടെ കുറയ്ക്കുന്നു? നമ്മുടെ വണ്ടി ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. എൻ്റെ കയ്യിലുണ്ട് അടുത്ത് ഈ ഭാഗത്തോട്ടായിട്ടുണ്ട്. ഇവിടെ കയറ്റി വെക്കാം. ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം? ഇവിടുന്ന് പോവാം. ആരെങ്കിലും വണ്ടി അടിച്ചുകൊണ്ട് പോകാണ്ടിരുന്നാൽ മതി. നമുക്ക് ഉള്ളോട്ട് കയറാം. ഇത് വേറൊരു വഴിയാണ്. ഇവിടെ പോകാം. എനിക്ക് മനസ്സിലാത്ത എന്തിനാണ് ഇവിടെ വെറുതെ ഇവർ ഓരോ വഴി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. 7 മണി ആയപ്പോൾ കോൺട്രാക്ടറുടെ അടുത്തോട്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആരുമില്ലാത്ത വീട്ടിൽ ഫാനും തുറന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളൊന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ട്. നമുക്ക് വേറെ പുറത്ത് നമ്മുടെ കോൺട്രാക്ടർ ഒന്ന് കാണാനുണ്ട്. നമ്മൾ പുതിയൊരു വീട് വെക്കുന്നതിൻ്റെ കാര്യം ഏൽപ്പിക്കാനാണ്. നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് കോൺട്രാക്ടറിൻ്റെ വീട് വരുന്നത്. വീടല്ല, ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. നമുക്ക് അവിടെ വരെ പോകാം. ഗൈസ് വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. പോലീസ് വണ്ടി പോകണം. കുറച്ച് റിച്ച് വൈബ് പോകാമല്ലോ. കുറച്ച് റിച്ച് വൈബിൽ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ റിച്ച് ആയിട്ടുള്ള വണ്ടിയായ റോൾസ് റോയ്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ ആ ഒരു ചീറ്റൊന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചീറ്റ് നമുക്ക് അടിച്ചു കൊടുക്കാം. ഗൈസ് നമുക്ക് റോൾസ് റോയ്സ് അല്ല വന്നിട്ടുള്ളത്, എൻഡവറാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന സീറ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ട് എടുക്കാറില്ല. നമുക്ക് എൻഡവറിലെങ്കിലും പോവാം. ഞാൻ റോൾസ് റോയ്സ് പറഞ്ഞ ആൾക്കാരാണ്. എനിക്കറിയായിരുന്നു, ആദ്യം എനിക്കറിയായിരുന്നു സീറ്റ്, പിന്നെ മറന്നു പോയതാണ്. നമുക്കൊന്ന് ആദ്യം കോൺട്രാക്ട് എടുത്തോട്ട് പോവാം. ആ കാണുന്ന വലിയ ബിൽഡിങ്ങിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. 100 സെക്കൻഡ് വണ്ടിയാണ് നമ്മുടെ. സോറി ബ്രോ, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്യാം.
അപ്പോൾ ഞാനൊന്ന് ഉള്ളിൽ കയറിയിട്ട് വരാം. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയി വെച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ എടുത്തു. അവർ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 1 കോടിയാവും വീടിനാണ് ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം വലിയ വീടാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ ബഡ്ജറ്റാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പിന്നെ കാശൊരു വിഷയമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഈ ഫോൺ എൻഡവർ വരെ ഉണ്ട്, അതുകൊണ്ട് ഒരു സീനും ഇല്ല ഗൈസ്. ഇവിടുന്ന് വണ്ടി ഒന്ന് വളച്ചേക്കാം. ഇങ്ങനെയാണ് ഏകദേശം വണ്ടി വളക്കുന്നത്, ഫ്രണ്ടിലോട്ട് പോയി വളക്കുന്നത്. വളച്ചിട്ടില്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് പോവാം. നമ്മുടെ പുതിയ വീടില്ല, നമ്മുടെ ആദ്യത്തെ വീട്, അവിടേക്ക് നമുക്ക് പോവാം. അവിടേക്ക് പോകുമ്പോൾ നമുക്ക് വീട് വണ്ടി എടുക്കാം. അവിടേക്ക് പോകുമ്പോൾ എടുക്കുക, അവിടേക്ക് നമുക്ക് ഏതെങ്കിലും വണ്ടി എടുക്കാം. അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ഇതെടുക്കാം, പോലീസുകാർ എടുക്കാം. എൻഡവർ എടുത്ത് ഇവിടെ ഇട്ടിട്ട് പോലീസുകാരനെ പുറത്തിറക്കിയിട്ട് എൻഡവർ എടുത്ത് ഉള്ളിൽ കയറ്റുന്നത്. അതാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. കയറി വണ്ടി കയറട്ടെ. പോലീസിന് പോലീസിൻ്റെ അടി കെട്ടിയിട്ടുണ്ട്. എൻ്റെ വരും കൂടി എടുത്തുള്ളിൽ കയറ്റിടാം ഗൈസ്. ഇതും കൂടി എടുത്തുള്ളിൽ കയറ്റിട്ട കാര്യം കഴിഞ്ഞു. എന്താണെന്നോട് കയറിയിട്ടുണ്ട്. ഈ എൻ്റെ ഒരു എടുത്തെന്ത് ചെയ്യാം, ഉള്ളിൽ കയറ്റാം. എൻ്റെ ഒരു കയറുമെന്ന് അറിയുന്ന ഈ ഓട്ടോയിൽ കൂടി കയറേണ്ടതാണ്. ഇത്ര കയറ്റുന്നുള്ള വണ്ടി ഇത് മതിയാവും. ഇത് മതിയാവും പൈസ. ഓക്കെ, ഇത് മതിയാകും. ഇനി പോവാം കഴിച്ച്. നമുക്ക് നമ്മുടെ വേഷം ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ അവന്മാർ കണ്ടുപിടിക്കും. നമുക്ക് നമ്മുടെ മാസ്ക് മാറ്റിയിട്ട് ഇത് വേണ്ട, ഇതൊക്കെ ഭയങ്കര സീന് മാസ്കുകളാണ്. ഇത് രസമുണ്ടല്ലോ. ഇതിടാം, സാധാരണ മാസ്ക. ഷർട്ട് ഇതാക്കാം. ഷോർട്സ് പിന്നെ ഇതാക്കാം. ബാഗ് വേണ്ട, ഗ്ലാസ് വെക്കാം. ഒരു കാര്യം, ഹെയർ ഒന്ന് മാറ്റാം. ഗ്ലാസ് വെക്കാം, ക്യാപ്പ് വെച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പാവ ആളായിട്ടുണ്ട്. നമ്മളിനി പോലീസുകാരെടുത്തിട്ടാണ് പോകുന്നത്. വഴി മാറിപ്പോയിട്ടുണ്ട്. വഴി മാറിപ്പോയി ഗൈസ്. അയ്യോ, പോലീസുകളുടെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഏതോ ഒരു ബന്ധുക്കളെ ഇടിച്ചിട്ട് കാണിക്കുക. നല്ല ബ്രേക്ക് പോയി. ഒരു കൊല്ലം ഞാൻ വേണ്ടിയ വണ്ടി എത്തി സിനിമ തള്ളിട്ടാണ്. വണ്ടി എത്തി സിനിമ ഇറക്കിയിട്ടുണ്ട്. സിനിമ ഇറക്കിയാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.